സിക്സ്ത് സ്റ്റാൻഡേർഡിലെ സെവൻത് ചാപ്റ്ററായ മണി മേത്തിന്റെ പാഠഭാഗങ്ങളുടെ തുടർച്ച ഈ വീഡിയോയിലൂടെ കുട്ടികൾക്ക് കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സൻറ്റേജ് പ്രോബ്ലം. ഇതുവരെ നമ്മൾ എങ്ങനെയായിരുന്നു സാധനം വാങ്ങിച്ചിരുന്നത്? 100ന്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകൾ കൊണ്ടായിരുന്നു അല്ലേ? 5000 രൂപയുടെയോ അല്ലെങ്കിൽ 40,000 രൂപയുടെയോ അങ്ങനെയൊക്കെ സാധനങ്ങളായിരുന്നു വാങ്ങിച്ചത്. അതിൽ കൃത്യമായിട്ട് എത്ര നൂറുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. 30% ഡിസ്കൗണ്ടാണ് ലഭിക്കുന്നത്. എത്ര രൂപയുടെ സാധനമാണ് വാങ്ങിക്കുന്നത്? 450 രൂപയുടെ സാധനമാണ് വാങ്ങിക്കുന്നത്. മുമ്പ് എങ്ങനെയായിരുന്നു ചെയ്തത്? 450 രൂപയാകുമ്പോൾ അതിലെത്ര നൂറുണ്ടെന്ന് നോക്കിയിരുന്നു. ഇവിടെ എത്രയാണ്? 450ൽ 4 നൂറാണുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? പിന്നെ ഒരു 50 ബാക്കി വരുന്നുണ്ട് അല്ലേ? 4 നൂറാകുമ്പോൾ 30% എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 40 ഇൻറ്റു 4 ഇൻറ്റു 30 എത്രയാണ്? 120. എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. ഇനി എന്താണ്? ഇവിടെ ഒരു 50 രൂപ വരുന്നുണ്ട്. 50 രൂപയുടെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് കൂടെ കണ്ടുപിടിക്കണം. വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് എമൗണ്ട് 400 rupees. സിൻസ് 400 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 100, ഡിസ്കൗണ്ട് ഈസ് 4 ഇൻറ്റു 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 rupees. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. 400 രൂപയാണെങ്കിൽ അതിൽ 4 നൂറാണുള്ളത്. അപ്പോൾ 4 ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 120 നമുക്ക് എന്ത് കിട്ടി? ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടി. ഇനി എന്താണ് റിമൈനിങ് വരുന്നത്? ഒരു 50 റിമൈനിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 50 എന്തുവെന്ന് വെച്ചാൽ എന്താണ്? 100ന്റെ പകുതിയാണ് അല്ലേ? 50 പ്ലസ് 50 ആണ് എന്ത് വരുന്നത്? 100 വരുന്നത്. 100ന്റെ പകുതിയാണ് 50. അപ്പോൾ 100ന് എത്രയായിരിക്കും? 100 രൂപക്ക് 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ 50 രൂപയ്ക്ക് എത്രയാണ് കിട്ടുന്നത്? 15 രൂപയായിരിക്കും അല്ലേ? അതായത് 30 രൂപയുടെ നേരെ പകുതിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? 4 100ൻ്റെത് 120 ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു 50ന്റെ ഡിസ്കൗണ്ട് കൂടെ അതിൻ്റെ കൂടെ കൂട്ടണം. അപ്പം എത്രയാണ്? 120ന്റെ കൂടെ 15 കൂട്ടണം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 135. ഇത് കാണാൻ മറ്റൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഇവിടെ എത്രയാണ്? 450 രൂപയാണ് വരുന്നത് അല്ലേ? 450 രൂപ. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്? 30% ആണ് കാണേണ്ടത്. ഡിവൈഡഡ് ബൈ എന്താണ്? 100. ഇങ്ങനെ കാണുമ്പോൾ ഇവിടെയുള്ള ഒരു 0 ക്യാൻസലായി, മുകളിലുള്ള ഒരു 0 ക്യാൻസലായി, ഇവിടെയുള്ള ഒരു 0 ക്യാൻസലായി, അതേപോലെ തന്നെ 450ൽ നിന്നൊരു 0 ക്യാൻസലായി. ബാക്കി വരുന്നത് എത്രയാണ്? 45 ഇൻറ്റു 3 ആണ്. 45 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 135 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇവിടെ തന്നിരിക്കുന്നത് മറ്റൊരു പൈസ കൂടെ കാണാനുണ്ട്. വാട്ട് 475. 475 ആണെങ്കിൽ എത്രയായിരിക്കും കൊടുക്കേണ്ടത്? അതായത് 475 ആണ് ഉള്ളത്. അതിൻ്റെ എത്രയാണ്? 30% ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 450യുടെ അത് കണ്ടു. 450യുടെ എത്രയാണ്? 135 ആണ് കിട്ടിയത്. പിന്നീട് എത്രയാണ് കൂടുന്നത്? ഇതിൻ്റെ കൂടെ 150യുടെ കൂടെ ഒരു 25 rupees ആണ് കൂടുന്നത്. 25 എന്താണ്? 50യുടെ പകുതിയാണ്. 100ന് എത്രയാണ് വരുന്നത്? 30 ആണ് വരുന്നത്. 50ന് വരുന്നത് എത്രയാണ്? 15 ആണ്. പിന്നീട് 25ന് വരുമ്പോഴെന്താണ്? 15ൻ്റെ വീണ്ടും പകുതിയായി. അപ്പോൾ എത്രയാണ്? 7 രൂപ 50 പൈസയായിട്ട് മാറി. 475 രൂപയുടെ 30% ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 130ൻ്റെ കൂടെ 135ൻ്റെ കൂടെ ഒരു 750 കൂടെ കൂട്ടേണ്ടി വരും. കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലേ? ഡിസ്കൗണ്ട് ഓൺ 400 rupees എത്രയാണ്? 120 rupees ആണ്. 400 rupees എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 30. 4 നൂറാണുള്ളത്. 4 ഇൻറ്റു 30 എത്രയാണ്? 120 കിട്ടി. 50 rupeesൻ്റെ എത്രയായിരുന്നു? നമ്മളിവിടെ ചെയ്തതാണ്. 50 rupeesന് 100ന് 30 ആവുമ്പോൾ 50ന് എത്രയാണ്? 15. അപ്പോൾ 50ൻ്റെ എന്തായി? ഒരു 15 കൂടെ ഇവിടെ വന്നു. ഇതിൻ്റെ കൂടെ കൂട്ടണം. പിന്നീട് എന്താണ്? ഡിസ്കൗണ്ട് ഫോർ 25 rupees. 25 rupees ആകുമ്പോൾ എത്രയായി? 15ൻ്റെ പകുതി 750. അപ്പോൾ എന്ത് ചെയ്യണം? 750 കൂടെ കൂട്ടണം. അങ്ങനെ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 475ൻ്റെ പൈസ നമുക്ക് കിട്ടും. ഡിസ്കൗണ്ട് ഫോർ 475 rupees ഈസ് 142 rupees ആൻഡ് 50 പൈസ. 750 എന്ന് പറയുമ്പോൾ 7 രൂപയും 50 പൈസയുമാണ്. അപ്പോൾ ഇത് മൊത്തം കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണ്? 142 രൂപ 50 പൈസയാണ്. ഇതേ ചോദ്യം നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ എഴുതാം. എമൗണ്ട് ഈസ് ഈക്വൽ ടു 475. ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് വരുന്നത് എത്രയാണ്? 30% വരുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 475 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100. ഇവിടെയുള്ള ഒരു 0വും 30ൻ്റെ ഒരു 0വും എന്ത് ചെയ്യും? ക്യാൻസലാവും. ബാക്കി വരുന്നത് 475 ഇൻറ്റു 3/10. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 475 ഡിവൈഡഡ് ബൈ 10 എന്ന് വെച്ചാൽ എന്താണ്?
താഴെ ഒരു 0 ഉള്ളതുകൊണ്ട് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 47.5 എന്നാക്കി മാറ്റി എഴുതാം. പഠിച്ചതല്ലേ? 475 എന്നുള്ളത് എന്തായിട്ട് മാറി? 47.5 ആയിട്ട് മാറി. അപ്പോൾ ബാക്കി എന്താണ് വരുന്നത്? ഇൻറ്റു 3 ആണ് വരുന്നത്. അപ്പോൾ എന്ത് കണ്ടാൽ മതി? 47.5 ഇൻറ്റു 3 എത്രയാണെന്ന് കണ്ടാൽ മതി. 3 ഇൻറ്റു 5 എത്രയാണ് വരുന്നത്? 15 വരുന്നത്. ബാക്കി 1 വരും. പിന്നീട് എന്താണ്? ഒരു പോയിന്റ് ഇവിടെ ഉണ്ടല്ലേ? ആ പോയിന്റ് എന്ത് ചെയ്യുക? നമ്മൾ അതേപോലെ തന്നെ താഴെ ഇറക്കി വയ്ക്കുക. പിന്നീട് 3 ഇൻറ്റു 7 എത്രയാണ് വരുന്നത്? 21 21 പ്ലസ് 1 എത്രയാണ്? 22. 2 നമുക്കിവിടെ എഴുതാം. ബാക്കി വരുന്നത് എത്രയാണ്? 2 4 ഇൻറ്റു 3 12. 12ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര കിട്ടും? 14 കിട്ടും. അപ്പം 142.5. ഈ പോയിന്റ് 5നെ നമുക്ക് എന്ത് എഴുതാം? 142.50 എന്ന് എഴുതാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? 142 റുപ്പീസ് ആൻഡ് 50 പൈസ. മനസ്സിലാവുന്നില്ലേ? മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു 100 രൂപയ്ക്ക് എത്രയാണ്? 30 രൂപ. 50 രൂപയ്ക്ക് എന്താണ്? 15 രൂപ. പിന്നീട് എന്താണ്? 25 വന്നപ്പോഴെന്താണ്? 15ൻ്റെ പകുതി നമ്മൾ എഴുതി എന്താണ്? 7.50. 15ൻ്റെ പകുതി എത്രയാണ്? 7 + 7 14. ബാക്കി വരുന്നത് എന്താണ്? 1. അപ്പോൾ 1 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 50 പൈസ പ്ലസ് 50 പൈസയാണ്. അങ്ങനെയാണ് ഇവിടെ 7.50 വരുന്നത്. 7.50നെ നമുക്ക് കൂട്ടി നോക്കാം. 7.50 പ്ലസ് 7.50. 0 0 എത്രയാണ്? 0 5 + 5 എത്രയാണ്? 10. 0 ബാക്കി 1 അല്ലേ? 7 7 14 1 15. എത്ര നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി അല്ലേ? അപ്പോൾ 15ൻ്റെ നേരെ പകുതി എന്താണ് വരുന്നത്? 7.50 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് 30% ഡിസ്കൗണ്ട് നിരക്കിൽ 460 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? 460 രൂപയ്ക്കാണ് ക്ലോസ് മേടിക്കുന്നത് അല്ലേ? ഡിഡക്ഷൻ എത്രയാണ്? 30% റിഡക്ഷൻ കിട്ടുന്നത്. എത്ര നൂറുണ്ടെന്നാണ് ആദ്യം നോക്കുന്നത് അല്ലേ? 460ൽ 4 നൂറാണുള്ളത്. 460ൽ 4 നൂറും 60 റുപ്പീസും ഉണ്ട് അല്ലേ? 400 ഉണ്ട്, ഒരു 60 റുപ്പീസും ഉണ്ട്. 4 100 ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 4 ഇൻറ്റു 30 കണ്ടു കഴിഞ്ഞാൽ 120 രൂപ. പിന്നെന്താണ്? ബാക്കിയുള്ള 60 രൂപക്ക് കൂടെ എന്ത് ചെയ്യണം? എത്രയാണ് പെർസെൻറ്റേജ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 100 രൂപയ്ക്ക് 30 രൂപയാണെങ്കിൽ 10 രൂപയ്ക്ക് എന്തായിരിക്കും? 10 രൂപയ്ക്ക് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 30 ഡിവൈഡഡ് ബൈ 10 ആണ്. നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കിയാൽ നമ്മളെ 100 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 10 അല്ലേ? 100 ഈക്വൽ ടു 30 അപ്പോൾ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 30നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 10 കിട്ടുന്നത് അല്ലേ? 10 രൂപയ്ക്ക് അപ്പോൾ എത്രയാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ? 3/1. 3/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അപ്പോൾ എന്ത് കിട്ടി? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 10 രൂപയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാൻ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 രൂപ കിട്ടി. അപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് 3 രൂപയാണെങ്കിൽ 60 രൂപയ്ക്ക് എത്രയായിരിക്കും? 6 ഇൻറ്റു 3 ആയിരിക്കും. എത്രയാ? 18 രൂപ. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 400 രൂപയ്ക്ക് എത്രയാണ് വരുന്നത്? 120 ആണ് വരുന്നത്. പ്ലസ് എന്ത് ചെയ്യേണ്ടി വരും? 18 നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടേണ്ടി വരും. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? ടോട്ടൽ 138 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്? 460 രൂപയിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിരിക്കുന്നത്. 460നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 400 റുപ്പീസും പിന്നീട് എന്താണ്? 60 രൂപയാക്കി മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക? 100 രൂപയ്ക്ക് എത്രയാണ് ഡിസ്കൗണ്ട് വരുന്നത്? 30 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും? 30ന് എന്ത് ചെയ്യുക? 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ്? 3 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 60 രൂപയ്ക്ക് എത്ര കിട്ടും? 6 ഇൻറ്റു 3 18 രൂപ കിട്ടി. അപ്പോൾ 400 രൂപയ്ക്ക് എത്രയാണ്? 4 ഇൻറ്റു 30 കാണുന്നത് അല്ലേ? 120. അങ്ങനെ 120 പ്ലസ് 18 എത്ര കിട്ടി? 138 കിട്ടി. അപ്പോൾ നമ്മൾ 460 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമ്മൾ 468 രൂപയ്ക്കാണ് മേടിക്കാൻ പോകുന്നത്. 468 രൂപ. ഇവിടെ എന്തൊക്കെയാണ് വന്നത്? 4 നൂറുകൾ വന്നു അല്ലേ? പിന്നീട് എന്താണ്? 6 10കൾ വന്നു. പിന്നീട് എന്താണ്? 8 എന്താണ്? റുപ്പീസാണ് വരുന്നത്. ഇതിൻ്റെ ഒക്കെ നമ്മൾ കാണണം. 4 വരുമ്പോഴെന്താണ്? 4 ഇൻറ്റു 30 കണ്ടാൽ മതി. എത്രയാണ്? 120 രൂപയാണെന്ന് കിട്ടി. ഇനി 10കൾ വന്നാലോ? 60 രൂപയ്ക്ക് എത്രയായിരുന്നു നമ്മൾ പഠിച്ചത്? 10 രൂപയ്ക്ക് 3 രൂപയാണെങ്കിൽ 6 ഇൻറ്റു 3 18 രൂപയാണെന്ന്
നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇനി നമ്മൾക്ക് കിട്ടേണ്ടത് എന്താണ്? 8 രൂപയ്ക്ക് എന്തായിരിക്കും പെർസെൻറ്റേജ് കൊടുക്കേണ്ടി വരിക എന്നാണ്. 100 രൂപയ്ക്ക് എത്രയായിരുന്നു? 30 രൂപയാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? 50 രൂപയ്ക്ക് എത്രയാണ്? നേരെ പകുതിയാണ് വരുന്നത്. 15 രൂപയാണെന്ന് മനസ്സിലായി. ഇനി 25 രൂപ വരികയാണെങ്കിൽ എന്താണ്? 15ൻ്റെയും പകുതി 7 രൂപ 50 പൈസയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നീട് എന്താണ് കണ്ടുപിടിച്ചത്? 10 രൂപ വരുമ്പോഴെന്താണ് ചെയ്തത്? 30/10 നമ്മൾ ചെയ്തു അല്ലേ? അങ്ങനെ എത്ര കിട്ടി? 3 രൂപയാണെന്ന് കിട്ടി. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 രൂപ 1 RS, അതായത് 1 രൂപ എന്ന് പറയുന്നത് എത്രയാണ്? 100 പൈസയാണ് അല്ലേ? അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 10 രൂപയ്ക്ക് എത്രയായി? ഇവിടെ 3 രൂപയാണുള്ളത്. അപ്പം 3 ഇൻറ്റു എന്താണ്? 100. അപ്പോൾ എത്രയാണ്? 300 പൈസയായി മാറി. 10ൽ എത്ര 1 രൂപകളുണ്ട്? 10 1 രൂപകൾ ചേർന്നാണ് 10 രൂപയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 1 റുപ്പീസിന് എത്രയായിരിക്കും കിട്ടുക? ഈ 300ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 30 പൈസയാണ്. അപ്പോൾ 1 രൂപയ്ക്ക് എത്രയാണ്? 30 പൈസയാണ്. അങ്ങനെയാകുമ്പോൾ 8 രൂപയ്ക്ക് എത്രയായിരിക്കും? 8 ഇൻറ്റു 30 ആയിരിക്കും അല്ലേ? എത്രയാണ്? 240. 240 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 രൂപ 40 പൈസയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? 240 പൈസയാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ 100 പൈസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 രൂപയാണ്. 200 പൈസ എന്ന് പറഞ്ഞാൽ എന്തായി? 2 രൂപയായി. ഇവിടെ എത്രയാണുള്ളത്? 240 ആണുള്ളത് അല്ലേ? അപ്പോൾ എത്രയാണ്? 2 രൂപയും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു 40 പൈസയും ഉണ്ടാവും. ഓക്കെ, നമുക്കിവിടെ ഒന്ന് കൂട്ടി നോക്കാം. 120 പ്ലസ് 18 പ്ലസ് 240 എങ്ങനെ എഴുതേണ്ടത്? ഇവിടെ 2 റുപ്പീസ് വരുന്നത്, പിന്നെ 40 പൈസയാണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 0.40 അതേപോലെ തന്നെ എഴുതാം. പിന്നെ 8 ഇൻറ്റു 2 10. അതിനെന്താണ്? 0 ആണ് വരുന്നത്. 2 പ്ലസ് 1 3, 3 പ്ലസ് 1 4, പിന്നെ 1ന് താഴെ. അപ്പോൾ എന്താണ്? 140 രൂപ 40 പൈസയാണ് ടോട്ടൽ ഡിസ്കൗണ്ട് വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്തേണ്ടത്? ഡിസ്കൗണ്ട് ഓൺ 10 റുപ്പീസ് ഈസ് ഈക്വൽ ടു 300 പൈസ. അതാണ് 10 രൂപയ്ക്ക് 3 രൂപയാകുമ്പോൾ അതിനെ പൈസയിലേക്ക് മാറ്റുമ്പോഴെന്തായി? 3 ഇൻറ്റു 100. അതാണ് ഇവിടെ 300 പൈസയായിട്ട് മാറിയിരിക്കുന്നത്. ഡിസ്കൗണ്ട് ഓൺ 1 റുപ്പീസ് ഈസ് ഈക്വൽ ടു എന്താണ്? 30 പൈസയാണ്. അതായത് 300നെ എന്താണ് ചെയ്യുന്നത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 30 പൈസ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 8 റുപ്പീസിന് എത്രയായിരിക്കും? 8 ഇൻറ്റു 30 240 പൈസയായിരിക്കും. 240 പൈസ എന്ന് പറയുന്നത് എന്താണ്? 2 റുപ്പീസ് ആൻഡ് 40 പൈസയാണ്. അങ്ങനെ ടോട്ടൽ 468ന് കിട്ടുന്നത് എത്രയാണ്? 140 രൂപ 40 പൈസയാണ് എന്ത് ചെയ്യേണ്ടത്? 468ൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 468ന് എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 0.00 ഇടാം. മൈനസ് എത്രയാണ്? 140.40. 0ത്തിൽ നിന്ന് 0 പോയാൽ എത്രയാണ്? 0 ആണ്. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ 0 ആയതുകൊണ്ട് 8ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 1 ഇവിടെ എടുക്കും. അപ്പോൾ ഇവിടെ എന്തായി? 10 ആയിട്ട് മാറി. ഇവിടെ 7 ആയിട്ട് മാറി. അപ്പോൾ 6 പ്ലസ് 4 10. പിന്നെ ഇവിടെ എത്രയാണുള്ളത്? 7. അവിടെ പോയിന്റ് എന്ത് ചെയ്യേണ്ടി വരും? അതേപോലെ താഴെ ഇറക്കി ചെയ്യേണ്ടി വരും. പിന്നെ 7 നമുക്ക് എഴുതാം. പിന്നെ ഇവിടെ 6. 6ൽ നിന്ന് 4 കുറച്ചാൽ 2 ആണ് കിട്ടുന്നത്. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 ആണ് കിട്ടുന്നത്. അപ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത്? 327.60. 327 രൂപ 60 പൈസയാണ് കൊടുക്കേണ്ടി വരുന്നത്. 30% കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മെത്തേഡിൽ കൂടെ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പൈസ എത്രയാണ്? 468 രൂപയാണ് അല്ലേ? പർച്ചേസ് ചെയ്യുന്നത് 468 രൂപയ്ക്കാണ്. ഡിസ്കൗണ്ട് എത്രയാണ്? 30% ആണ്. ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? 468 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100. 100ൽ നിന്നുള്ള ഒരു 0 ക്യാൻസൽ ചെയ്യാം. 30ൽ നിന്നുള്ള ഒരു 0 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പിന്നീട് വരുന്നത് എന്താണ്? 468 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 10. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ചെയ്തിരുന്നത് 468നെ എന്ത് ചെയ്യുക? ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതുക. പിന്നീട് അതിനെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഗുണിക്കുക. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 468 ഇൻറ്റു 3 എന്താണെന്ന് കാണാം. 468 ഇൻറ്റു 3. 8 ഇൻറ്റു 3 24. ബാക്കി എത്രയാണ് വരുന്നത്? 2. 6 ഇൻറ്റു 3 18. 18 പ്ലസ് 2 20ന് 0 വരുന്നു. ബാക്കി വരുന്ന 2 നമുക്കിവിടെ എഴുതാം. 4 ഇൻറ്റു 3 12 പ്ലസ് 2 14. എത്ര കിട്ടി? 1404. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 1404 ഡിവൈഡഡ് ബൈ 10.
ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇനി ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. താഴെ ഒരു 0 ആയതുകൊണ്ട് എന്താണ് ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം 140.4. 140.4 എന്ന് പറഞ്ഞാൽ എന്താണ് 140 രൂപ 40 പൈസ. അതായത് ഇവിടെ എന്ത് ചെയ്യണം ഒരു 0 നമുക്ക് എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 140.40. അത് തന്നെയല്ലേ ഈ രീതിയിൽ ഇവിടെ ചെയ്തപ്പോഴും കിട്ടിയത്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. 30%, 40% ഒക്കെ ഡിസ്കൗണ്ട് കാണുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് 3346ൻ്റെ 30% ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.